നമസ്കാരം. ഇന്നിപ്പോൾ ഭാസിസ് അക്കാഡമിയുടെ ചേർത്തലയിലുള്ള ഓഫ്ലൈൻ ക്യാമ്പസിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ചോദ്യ പേപ്പർ ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ അത് പൂർണ്ണമായിട്ട് നോക്കിയില്ല. ആദ്യം തന്നെ ഞാൻ നോക്കിയത് ജനറൽ നോളജിൻ്റെ മേഖലയാണ്. ആ ജനറൽ നോളജിൻ്റെ മേഖലയിൽ ഏകദേശം ഒരു 30 മാർക്കിൻ്റെ ടോപ്പിക്ക് അത് ഞാൻ പഠിപ്പിക്കുന്ന വിഷയമാണ്. അത് ഏതെല്ലാമെന്ന് ചോദിച്ചാൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ് മുതലായ മേഖലയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്നും ഏകദേശം ഒരു 30 ചോദ്യം അതാണ് കണക്കൂട്ടി വെച്ചിട്ട് 30ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. ആ 30ഓളം ചോദ്യങ്ങളിൽ ഈ ഒരു ചോദ്യ പേപ്പർ ചെയ്തു കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പരീക്ഷ ജനറൽ നോളജിൻ്റെ മേഖല ഭയങ്കര പ്രയാസമായിരുന്നു എന്നൊക്കെ പറയാം. കാര്യം മറ്റൊന്നുമല്ല, അതിൽ ചോദ്യത്തിന് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളും എല്ലാം എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് നോക്കി എടുത്ത് മനസ്സിലാക്കി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി എടുക്കാൻ സമയം കിട്ടിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കറിയാം ആ ചോദ്യങ്ങൾ ചെയ്യേണ്ടതിന്റെ പ്രയാസം എത്രത്തോളം ഉണ്ടായിരുന്നു അറിയാം. അതുകൊണ്ടായിരിക്കാം അവർ പരീക്ഷ പാടാണെന്ന് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് മുറിയിൽ നമ്മുടെ ഭാസിസ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസ് മുറിയിൽ കഴിഞ്ഞ 3 മാസമായിട്ട് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ് ഈ ഒരു മേഖലയുടെ ക്ലാസ് എടുത്തത് ഞാൻ തന്നെയാണ്, നേരിട്ടാണ് എടുത്തത്. അത് നമ്മുടെ KAS പഠിക്കുന്ന നമ്മുടെ ഫ്രീ ഓൺലൈൻ കോഴ്സ് ഉണ്ട് KAS-ന്റെ. ആ KAS പഠിക്കുന്ന കുട്ടികൾക്കും കൂടി ലഭ്യമാവുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുമാണ്. അപ്പോൾ ഇവിടുത്തെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളും ഭാസിസ് അക്കാഡമിയുടെ KAS ഓൺലൈൻ കോഴ്സിലുള്ള കുട്ടികൾക്കും ഒരേപോലെ പ്രയോജനം ചെയ്തിട്ടുള്ള മേഖലയായിരുന്നു ഈ പറയുന്ന ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ജനറൽ നോളജിന്റെ കുറച്ച് ചോദ്യങ്ങൾ വന്ന ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ മുതലായ മേഖല. അതായത് ഇവിടെ പഠിപ്പിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ ആ പഠിപ്പിക്കുന്ന പാഠഭാഗത്തിന്റെ വിസ്തരിച്ചുള്ള നോട്ട്സ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നൽകിയിട്ട് അതാണ് പഠിപ്പിച്ചത്. അതേ രീതിയിൽ തന്നെ ചോദിച്ചു. ഹിസ്റ്ററിയിൽ നിന്ന് 10ൽ 10ഉം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന രീതിയിലായിരുന്നു ചോദ്യം വന്നത്. ജോഗ്രഫിയും അതേപോലെ തന്നെ. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിരുന്നു. എക്കണോമിക്സ് ആണെങ്കിലും പിന്നെ പറയുകയും വേണ്ട, നല്ല രീതിയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു. അതായത് ഹിസ്റ്ററിക്ക് 10, ജോഗ്രഫിക്ക് 5, എക്കണോമിക്സിന് 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5, അങ്ങനെ 25 മാർക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ 20 മാർക്കിന് മുകളിൽ ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആ ക്ലാസ് കൃത്യമായിട്ട് ക്ലാസ്സിലിരുന്ന് അറ്റൻഡ് ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മൾ ചെയ്ത ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തത് കേട്ടിട്ടുള്ള കുട്ടികളുണ്ടെങ്കിലും കൃത്യമായിട്ട് അവർക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സബ്ജക്റ്റ് വെച്ചുള്ള എക്സാമുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതും ചെയ്യാൻ സാധിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട പരീക്ഷ എഴുതിയ ആളുകളുടെ കയ്യിൽ ഒതുങ്ങാത്തൊരു മേഖലയാണ്. പല ആളുകൾക്കും ടെൻഷൻ സൃഷ്ടിക്കുന്ന മേഖലയാണ്. പക്ഷേ അത് ഇവിടെ പഠിച്ച് ഈ പരീക്ഷ എഴുതിയ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 100% അവരുടെ കൈകളിൽ നിൽക്കുന്ന വിഷയം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ കിട്ടിയപ്പോൾ ഞാൻ നോക്കിയ ഈ മേഖലയാണ്. കാര്യം ഞാൻ പഠിപ്പിച്ച ചോദ്യങ്ങൾ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നതായിരുന്നു അറിയേണ്ടിയിരുന്നത്. അതിൽ ഈ പറഞ്ഞ മേഖലയിൽ നിന്നും മുഴുവൻ ചോദ്യങ്ങളും ഏകദേശം വന്നിട്ടുണ്ട്. ക്ലാസ്സിലിരുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ 90% അത് ആൻസർ ചെയ്യുവാനും പറ്റുന്നതാണ്. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പഠിച്ച് ക്ലാസ്സിലിരുന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാനും പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ വിശദമായ രീതിയിൽ 100 ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രത്തോളം വരും എന്ന് നമുക്ക് വൈകുന്നേരം ഒന്നുകൂടി നമുക്ക് വിശദമായ ഒരു വിശകലനത്തിൽ കാണാമെന്ന് പറഞ്ഞു നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.